അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് മുബാറക്. ഈദ് മുബാറക് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്, ഈദിന്റെ ഔട്ട്ഫിറ്റ് ഇതാണ് അല്ലേ? ഞങ്ങൾ എന്നിട്ട് ഇപ്പൊ പള്ളിയിലേക്ക് പോയി, എന്നിട്ട് പള്ളിയിൽ ചെന്നിട്ട് അവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ പിന്നെ അല്ലേ? ഇപ്പൊ ബിസിയാണ്. അപ്പോ എല്ലാവർക്കും ഈദ് മുബാറക്. എല്ലാരും ഈദ് മുബാറക് പറയണല്ലേ? എല്ലാരും പോയി. ഓക്കെ, ഇപ്പൊ ഞങ്ങള് കുറച്ച് ലേറ്റ് ആയി. അപ്പൊ വിചാരിച്ച ഒരു പള്ളിയിലല്ല നിസ്കാരം കിട്ടിയത്, വേറൊരു പള്ളിയിലേക്ക് ഇട്ട്. എന്നിട്ട് അവിടുന്ന് നേരെ ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോണ പരിപാടി അല്ലേ? അങ്ങനെയാണ്. ഇന്ന് കുറച്ച് അധികം ഓടി. ട്രാഫിക്കായിരുന്നു മെയിൻ ഇഷ്യൂ. ഈ പോണ്ട പള്ളിയിൽ അതൊരു ഗ്രാൻഡ് മോസ്ക് ആയതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും റഷ് ആയിരിക്കും. പക്ഷെ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് വരുന്നത് കിട്ടില്ല. അങ്ങനെ വേറെ പള്ളി കയറി അങ്ങനെ നിസ്കരിച്ച് ഇപ്പം അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. ഓക്കെ അല്ലേ? രാവിലത്തെ ഓട്ടത്തിന്റെ ഒരു ക്ഷീണമുണ്ട്. അപ്പൊ ഇത് വല്ലതും തിന്നിട്ട് പുട്ടും ബീഫും തിന്നിട്ട് വേണം അതൊന്ന് സെറ്റ് ചെയ്യാൻ. ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നേരെ ഒരു പാർക്കിൽ വന്നേക്കാണ്. ഇതിനെ ഓടിച്ചത് ഇത് അവിടെ ഉണ്ട്. ഇല്ലാനും ഇത് അവിടെ വിഷു ആയതുകൊണ്ടാണെന്നുണ്ട് ഇവിടുത്തെ പാർക്കിലുള്ള എല്ലാ മഞ്ഞപ്പൂ ഉണ്ടാവുന്ന മരങ്ങളും പൂത്തിട്ടുണ്ട്. വിഷു ആയതുകൊണ്ടായിരിക്കും വിഷു സ്പെഷ്യൽ. ഫോട്ടോ എടുക്കാൻ വേണ്ടി ദിലുവിനെ പോസ്റ്റ് ചെയ്തേക്കണ നിർത്തിയേക്കാണ്. ദിലുവിൻ്റെ വീഡിയോ മനസ്സിലാക്കാണ്ട് പോസ്റ്റ് ചെയ്തോട്ടൊരു നിൽക്കേ. അപ്പൊ ഇതാണ് ഇജുവിന്റെ ഔട്ട്ഫിറ്റ്. എന്താ ഇജു? മോഡൽസ് ഒക്കെ നടക്കണല്ലേ? അയ്യേ, ആൾക്കാര് നോക്കണ്. മതി. ഇലാനുവിനെ ഹാപ്പി ആക്കി. ഇലാനുവിന് മമ്മയുടെ വകയുള്ള സെക്കൻഡ് ഗിഫ്റ്റ് ഈദായിട്ട്. താങ്ക് യു പറഞ്ഞ അമ്മനോട്. അങ്ങനെ ഞങ്ങള് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കലത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചെത്തി. ഇലാനുവിനുള്ള അടുത്ത ഗിഫ്റ്റ് കൊടുത്തു. ഇനി ഞങ്ങൾ കുറച്ചു നേരം ഉറങ്ങാൻ പോകണം. ഉറങ്ങിയതിന് ശേഷം ഞാൻ ബിരിയാണി ഉണ്ടാക്കും അല്ലേ ദിലു? എന്നിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അതും കഴിച്ചിട്ടായിരിക്കും ബാക്കി പരിപാടി. ആ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കുറച്ച് അതിൻ്റെ ഇടയിൽ കാണിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി ഉണ്ടാക്കൽ പരിപാടി ഞങ്ങൾ മാറ്റി വെച്ച്. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചതിലും എന്തായാലും അത് നാട്ടിലേക്ക് വിളിച്ചപ്പോൾ അളിയനും അനിയത്തിയും പറഞ്ഞേ അവർ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒരു ആഗ്രഹം. അത് ഞങ്ങൾ പ്ലാൻ മാറ്റി. അപ്പോൾ അടുത്ത സാധനം നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രി സെറ്റ് ചെയ്യാല്ലേ? നാളെ. ഓക്കെ. നല്ല ചൂടല്ലേ? ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ ക്ലൈമറ്റ് മാറുന്നതിൻ്റെ അടുത്ത ദിവസം തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ ഓൾഡ് ദോഹ പോർട്ടിലേക്ക് എത്തി. ഞങ്ങൾ ഇനി ഇവിടെ കുറച്ച് നേരം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാം. പിന്നെ ഇല്ലാനും കുറച്ച് നേരം പ്ലേ ചെയ്തോളൂ ആരെങ്കിലുമൊക്കെ ഇവിടെ. പിന്നെ കുറച്ച് എന്തൊക്കെയോ പരിപാടികൾ ഇവിടെ ഉണ്ട് ഇതായിട്ടെന്നാണ് അറിഞ്ഞത്. 4 മണിക്ക് അത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ അതും കൂടി ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണ പോലത്തെ പരിപാടികൾ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ആഘോഷമൊന്നും ഇവിടെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ളൊരു ആഘോഷമൊക്കെ ഖത്തറിൽ പൊതുവെ ഉണ്ടാവുക.
അപ്പോൾ എന്തായാലും 4 ദിവസം അവധി ഉണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആയിട്ട് കണ്ടും ഇതൊക്കെ ആയിട്ട് നടക്കാമെന്ന് വിചാരിച്ചല്ലോ ഇതിലും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 4 മണി ആയിട്ടില്ല, ഇനി അത് ആയിരിക്കും ബാക്കി പരിപാടികൾ. ദോഹ ഓൾഡ് ദോഹ പോർട്ട്, ഇതിപ്പോൾ ഈ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഓപ്പൺ ആയ ഒരു സ്ഥലം ഇത് പോർട്ട്. ഇത് അടച്ചിടക്കരുന്നത്, ഇപ്പോഴാണ് അടുത്ത് ഈ വേൾഡ് കപ്പിന് തൊട്ടുമ്പോൾ അത് ഓപ്പൺ ആയത്. ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുകയാണ്. അതൊക്കെ എനിക്ക് ചെയ്യണം. നല്ല ഡ്രസ്സുണ്ട്, പക്ഷേ ഈ ഡ്രസ്സിന് നല്ല മാച്ച് ആയിട്ട് ഇട്ടാണ് ആള്. يا حي مرسول الاحباب والله وصاحبي ما يبيني. ഖത്തറിലെ ഏറ്റവും ഭംഗിയുള്ള ഫിഷ് മാർക്കറ്റാണിത്, മീനാ പോർട്ടിലുള്ള. അപ്പോൾ ഞങ്ങൾ ടയേർഡായി അല്ലേ, കുറേ നടന്ന്, പിന്നെ വന്നിറങ്ങിയപ്പോൾ വെതർ ഒത്തിരി മോശം, ഇപ്പോൾ കുഴപ്പമില്ല നടന്നത്. അപ്പോൾ മീനാ പോർട്ടിൽ ഫസ്റ്റ് ഡേ ഇതിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഇനി ഇവിടെ വരാത്തവർ വരാനുണ്ടെങ്കിൽ ഈ 4 ദിവസം കണ്ടുള്ള പരിപാടി, അതിന് മുമ്പ് വരാം. ഞാൻ ഈ വീഡിയോ മാക്സിമം ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ദിലുവിൻ്റെ ഫേസിലുണ്ട് പെയിൻ്റൊക്കെ വെച്ചിട്ടുണ്ട്, സെറ്റപ്പായി. ഇലാനും വരച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്ന് മീനാ പോർട്ടിൽ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഒരു സംഭവമായിട്ട് ഇനി നാളെ വരാം അല്ലേ.